ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജൂലൈ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ആൻഡ് എല്ലാവരുടെയും കൂടെ എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇന്ന് നമ്മൾ ഈ റീഡിങ്ങിൽ നിങ്ങളുടെ കരിയർ ആൻഡ് ലവ് രണ്ടും നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിൽ ഞാൻ ഈ മാസത്തിൻ്റെ ഔട്ട്കം അതും നോക്കാൻ പോകുന്നുണ്ട്. ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് വീഡിയോനെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി ജൂലൈ മാസത്തിൻ്റെ 3 ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ലീബ്ര മൂൺ ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് കുറേ ഇമോഷൻസിൻ്റെ എനർജിയാണ്, ഇല്യൂഷൻസിൻ്റെ എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് മാസം മാതിരി തോന്നും. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇമോഷൻസ് കുറേ സ്ട്രോങ് ആണ് ഈ മാസം. കുറേ വൾണറബിളായി നിങ്ങൾ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ കുറേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത മാതിരി ഫീൽ ചെയ്യും. ചിലപ്പോൾ ഇത് ഹിഡൻ കാര്യങ്ങളുമാവാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി ഇല്ല അതിനെക്കുറിച്ച്. അപ്പോൾ ചില റെവലേഷൻസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അത് മാത്രമല്ല, ഇത് ആങ്സൈറ്റിയുടെയും എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പൊതുവെ ഒരു ആങ്ഷ്യസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് വെച്ചാൽ മേ ബി ആ ഫീലിങ്സ് ഒക്കെ ഈ മാസം കുറച്ചൊരു കൂടുതലായി തോന്നും നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു മദറുടെ എനർജിയുമാണ് മൂൺ. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് നിങ്ങളുടെ മദർ ഈ മാസം അവരുടെ മുകളിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് കൂടുതലായിട്ട്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഈ മൂൺ എന്താണ്? മൂൺ ക്യാൻസർ പൈസീസ് എനർജിയാണ്, 10 of Wands. അപ്പോൾ ഇമോഷണലി ഞാൻ കാണുന്നത് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു എന്ന് വെച്ചാൽ എന്തോ ഒരു നിങ്ങളെ ഒരു ബോണ്ടിന് പുറത്തു വരണ മാതിരി നിങ്ങളൊരു കുറേ ബേർഡൻസ് ഉണ്ടായിരുന്നു, ഇമോഷണൽ ബാഗേജ് ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പാസ്റ്റിൻ്റെ ബാഗേജ് ആയിരിക്കാം. ഇല്ലാച്ച നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് കുറേ ഉണ്ടായിരുന്നു വെച്ചാൽ അത് നിങ്ങളെ ഇമോഷണലി കുറേ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഇപ്പോൾ നിങ്ങൾ ജൂലൈ മാസത്തിൽ ഫൈനലി റിലീസാണ് ചെയ്യണത്. അതിനെ ലെറ്റ് ഗോ ആണ് ചെയ്യണത്. അപ്പോൾ എന്തോ ഒരു ഇമോഷണൽ ബാഗേജ് നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫൈനലി അതിനെ റിലീസാണ് ചെയ്യണ. ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പോൾ 2 of Wands ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിൽ ഒരു ഡിസിഷൻ എടുക്കാണ്ടായിരുന്നു നിങ്ങൾക്ക്. നിങ്ങളൊരു ക്രോസ് റോഡ്സിലായിരുന്നു. ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കേണ്ട ഡിസിഷൻ ആയിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായില്ല എങ്ങനെയാ ഇപ്പോൾ ഇവിടുന്ന് എങ്ങനെയാ മുമ്പോട്ട് പോകേണ്ടത്, എന്താണ് നെക്സ്റ്റ് എനിക്ക് ചെയ്യേണ്ടത്. കുറേ പ്ലാനിങ് സ്ട്രാറ്റജൈസിങ് ഉണ്ടായിരുന്നു. ആൻഡ് അതാണ് നിങ്ങളെ ഇമോഷണലി കുറച്ച് ഡൗൺ ആക്കി. എന്ന് വെച്ചാൽ ഇത്രയും പ്ലാൻ ചെയ്തിട്ട് സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അറിയില്ല ഇത് എങ്ങനെ ഫ്യൂച്ചറിൽ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ആ ബേർഡൻ, ആ ഡിസിഷൻ്റെ ബേർഡൻ ആയിരുന്നു നിങ്ങൾ ക്യാരി ചെയ്യണ്ടായിരുന്നു. ഈ 2 of Wands എന്താണ്? മേ ബി ഇതൊരു ജോബ് റിലേറ്റഡ് കാര്യമായിരിക്കാം. മേ ബി ഈ ജോലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതാണോ, മൂവ് ഓൺ ചെയ്യണോ, വെയിറ്റ് ചെയ്യണോ, ഓർ എൽസ് റിലേഷൻഷിപ്പിലും സെയിം ക്വസ്റ്റ്യൻ, ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേ, അതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ. എന്തോ കുറേ ഒരു ബേർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ എംപറർ ആണ് ഇവിടെ പാസ്റ്റിൽ, ഏരീസ് എനർജി. ഇതൊരു ബോസ് ആവാം, ഇല്ലൊരു എൽഡർലി ഫാമിലി മെമ്പർ ആയിരിക്കാം. പക്ഷെ ഈ പേഴ്സൻ്റെ കൂടെ ഇതെനിക്ക് മിക്കവാറും ഒരു ഫാമിലി ഇല്ലച്ച ബോസ് മാതിരി ഒരു പേഴ്സൺ ആയിരിക്കാം. ഇല്ലച്ച ഇത് നിങ്ങളുടെ പാർട്ട്ണറും ആവാം. എന്തായാലും ഈ പേഴ്സൻ്റെ കൂടെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് ഇത് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിനെയും എഫക്റ്റ് ചെയ്യണ കാര്യമായിരിക്കാം. ആൻഡ് ആ ഡിസിഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആയിരുന്നു നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാനത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജിലായിരുന്നു നിങ്ങൾ. ഹൈറോഫാണ്ട് ആണ് നിങ്ങളുടെ ജൂലൈ എനർജി. അപ്പോൾ ഹൈറോഫാണ്ട് അഗൈൻ ട്രഡീഷൻസിൻ്റെ എനർജിയാണ്, ഫാമിലിയുടെ എനർജിയാണ്, ടോറസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ
ഫാമിലിനെ കുറിച്ചാണ് എന്തോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചോയ്സ് ഇല്ലാത്ത ഡിസിഷൻ ഉണ്ടാക്കണത്. നിങ്ങളുടെ അടുത്ത് ചിലവർ ഒരു മാരേജിന്റെ കണക്ഷനിലാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഈ ഹൈറോഫാണ്ട് ഇവിടെ എന്താണ്? ജഡ്ജ്മെന്റ്. അപ്പൊ എന്തോ എൻഡ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ് ഞാൻ ഇവിടെ കാണുന്നു. ഇപ്പോൾ ഇത് ജോലിയുടെ കാര്യമാണ് വെച്ചാൽ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു. ഈ കമ്പനി ഒരു സ്ട്രക്ചറുള്ള കമ്പനിയാണ് എന്ന് വെച്ചാൽ ഒരു ബോസ് ഉണ്ട്, ആ ബോസിന്റെ മുകളിൽ ഒരു സിഇഒ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രഡീഷണൽ സ്ട്രക്ചേർഡ് കമ്പനിയാണ് ഞാൻ കാണുന്നത്. എന്തോ ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത്ര നിങ്ങളെ ഹാപ്പി അല്ല. അപ്പൊ നിങ്ങളൊരു ഡിസിഷൻ ആണ് എടുക്കണത് ഈ കമ്പനീനെ വിട്ടിട്ട് ഒരു പുതിയ ജോലി നോക്കാൻ വേണ്ടിയിട്ട്. മാരേജ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാനാണ് പറഞ്ഞാൽ എൻഡ് ഓൾറെഡി ആയിരിക്കണു. എന്തോ ഒരു ഡിഫിക്കൽട്ട് സമയം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡിസിഷൻ, ഫൈനൽ ഡിസിഷൻ നിങ്ങൾ ജൂലൈ മാസത്തിലാണ് എടുക്കുന്നത്. അപ്പൊ എന്തോ റെന്യൂവലും ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ചിലവർ ഒരു റിലേഷൻഷിപ്പിനെ റെന്യൂ ചെയ്യാനും നോക്കുന്നുണ്ട്. അപ്പൊ ഈ ജഡ്ജ്മെന്റ് എന്താണ് ഇവിടെ? ഈ ജഡ്ജ്മെന്റ് കാർഡ് ഇവിടെ എന്താണ്? കിങ് ഓഫ് സോൾസ്. അപ്പോൾ ഇതൊരു ലോയറുടെ എനർജിയാണ്. അപ്പൊ എന്തോ ഒരു ലീഗൽ സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. അതാണ് നിങ്ങൾ ഡീൽ ചെയ്യണേ ജൂലൈ മാസത്തിൽ. ആദ്യം ഫ്യൂച്ചറിൽ 2 ഓഫ് സോൾസ് ആണ്. അപ്പൊ ആദ്യം ഫ്യൂച്ചറിൽ നിങ്ങൾ ഇത് വേണോ വേണ്ടേന്നാണ് ഡിസൈഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഈ ഡിസിഷൻ നിങ്ങൾ കുറെ ഒരു സമയം എടുക്കുന്ന ഡിസിഷൻ ആണ്. 2 ഓഫ് സോൾസ് ഇവിടെ എന്താണ്? 6 ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ മേ ബി ഇവിടെ നിങ്ങൾ ചില സമയത്ത് ഈ ഡിസിഷൻ എടുക്കണം എന്നായിരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ജോലി വിടണം എന്നായിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സഡൻലി നിങ്ങൾക്ക് കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ നിങ്ങൾ ആ ഡിസിഷൻ മാറ്റുണ്ടാവും. അപ്പോൾ കുറെ ഇവിടെ ഇൻഡിസിസീവ് എനർജി ഞാൻ കാണുന്നു. അപ്പൊ നിങ്ങൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഈ ഡിസിഷൻ എടുക്കാൻ. നിങ്ങൾ കുറച്ചുകൂടി ഒരു റീസെർച്ച് ചെയ്തിട്ട് ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ആണ് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കണ്ടു എന്നാണ് ഇവിടെ. നിങ്ങൾ അങ്ങനെയാണ് ഡിസൈഡ് ചെയ്യണത്. നിങ്ങളൊരു ഹരിയിലല്ല, നിങ്ങൾ ഒരു ഇമ്പൾസീവ്ലി ഡിസൈഡ് ചെയ്യാനല്ല ഇവിടെ നോക്കണത്. അപ്പൊ കുറെ സൂക്ഷിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ ഫ്യൂച്ചറിലും ഈ ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. പറഞ്ഞാൽ നിങ്ങൾ ആ ഡിസിഷൻ ഫ്യൂച്ചറിലും എത്ര വേഗം എടുക്കാൻ പോകില്ല എന്നാണ് ഞാൻ ഇവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. അപ്പൊ മേ ബി നിങ്ങളും ആരോ സെപ്പറേറ്റഡ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ ആ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. ജോലിയുടെ കാര്യത്തിലാണെന്ന് വെച്ചാലും നിങ്ങൾ സമയം എടുത്തിട്ടാണ് ആ ഡിസിഷൻ എടുക്കണം. ഒരു ഇമ്പൾസീവ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പോകില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് 3 ഓഫ് കപ്സ്. ഇവിടെ നിങ്ങൾ കാര്യങ്ങളെ ഈ സിറ്റുവേഷനെ ഇംപ്രൂവ് ചെയ്യാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ റീകൺസൈൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു ജോബ് സിറ്റുവേഷനിൽ പോസിറ്റീവായി ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് എടുത്തിട്ടോ ഇല്ല കലീഗ്സിന്റെ ഹെൽപ്പ് എടുത്തിട്ട് ഈ ജോലിനെ എങ്ങനെയാ പിടിച്ചിരിക്കേണ്ടതെന്ന് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. കമ്പനിയുടെ കാര്യമാണ് വെച്ചാൽ, ജോലിയുടെ കാര്യമാണ് വെച്ചാൽ എവിടെയോ നിങ്ങളുടെ കലീഗ്സ് ഈ ജോലിയിൽ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും നിങ്ങളെ. ഓറൽസ് ഇത് ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് വെച്ചാൽ ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ടാവാൻ പറഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു ബ്ലോക്കേജ് ഉണ്ട്. പേജ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് ഇതിനെ ശരിയാക്കാൻ, ഈ സിറ്റുവേഷനെ ഇംപ്രൂവ് ചെയ്യാൻ. 3 ഓഫ് വാൻസ്. പക്ഷെ ഇവിടെ കുറെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചാണ്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ. പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്ത് ഡിസൈഡ് ചെയ്യാൻ, അതാണ് ഇവിടെ ചാലഞ്ച്. എന്നുവെച്ചാൽ ചില സമയത്ത് കാര്യങ്ങൾ നല്ലതായി മുമ്പോട്ട് പോകും, പിന്നെ ഒരു സ്റ്റെപ്പ് ബാക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഇവിടെ. 5 ഓഫ് പെന്റിക്കിൾസ് ആണ് അഡ്വൈസ്. അപ്പൊ യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതെന്ന് വെച്ചാൽ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കുറെ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്, റിജക്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾ അതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിലാണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണത്. കരിയറുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിനാൻഷ്യൽ ലോസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസസിനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കണം. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. എന്തെങ്കിലും ഒരു ലോസ്, ഇപ്പോൾ ഈ ജോലി വിട്ടാൽ എന്തായിരിക്കും നിങ്ങൾക്ക് അതിൽ ലോസ് ഉണ്ടാവുക. അതുമല്ല വെച്ചാൽ സെൽഫ് കോൺഫിഡൻസ്, നിങ്ങൾ വർക്കിംഗ് ഇതിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ല നിങ്ങൾ കാണിക്കേണ്ടത്.
ലോ കോൺഫിഡൻസിൽ ആയിരിക്കും നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിലും റിലേഷൻഷിപ്പിലും. അപ്പോൾ അതിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനാണ് പറയണത്. എന്നുവെച്ചാൽ ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഉണ്ട്, ഒരു ന്യൂ ജോലി ഇല്ലച്ച ഒരു ന്യൂ റിലേഷൻഷിപ്പ് വരാൻ പോകുന്നുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് വോൺസ്, ഇവിടെ ഒരു ഫയർ സൈൻ ആണ് ഞാൻ കാണുന്നത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പക്ഷേ ഈ ഫയർ സൈൻ ഒരു സ്റ്റേബിൾ സൈൻ അല്ല. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ ഫൂളാണ് ഏരീസ് എനർജി. ഒരു പുതിയ ബിഗിനിങ്, ഒരു ലൈറ്റ് ഹാർട്ടഡ് എനർജിയാണ് ഫൂൾ. ഒരു ന്യൂ അഡ്വെഞ്ചറുടെ എനർജിയാണ് ഫൂൾ. ഇതാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. പക്ഷെ അതിലും ബ്ലോക്കേജസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കണ മാതിരി അത്ര ഈസി ആവില്ല ഈ പുതിയ ബിഗിനിങ്. പക്ഷെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടും, വേഗം വേഗം സൊല്യൂഷൻസ് കിട്ടും. എന്തെങ്കിലും ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ ഉണ്ടെച്ചാൽ അതിൽ സൊല്യൂഷൻസ് കിട്ടും, ആൻസേഴ്സ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസും കുറെ വരുന്നുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസിന്റെ കുറവൊന്നുമില്ല. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് അഡ്വൈസ് ഇവിടെ തരുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻസസിൽ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ലാക്ക് മെൻറ്റാലിറ്റി ഉണ്ട് അവിടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് നിങ്ങൾക്ക് അത്ര പൈസ ഇല്ല. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൽ വർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ അതും എവിടെയോ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഔട്ട്കം ഇപ്പൊ നോക്കാം, ജൂലൈ മാസത്തിന്റെ ഔട്ട്കം എന്താ ഉണ്ടാവാൻ പോണേ? ഏസ് ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ നിങ്ങൾക്ക് 3 ഏസസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഏസ് ഓഫ് സോഡ്സ് ഉണ്ട്, ഏസ് ഓഫ് പെന്റിക്കിൾസ് ഇപ്പൊ ഇവിടെ, ആൻഡ് ഏസ് ഓഫ് വോൺസും എവിടെയോ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏസ് ഓഫ് വോൺസ്. അപ്പൊ 3 ഏസസ്. അത് ഒരു റീഡിങ്ങിൽ 3 ഏസസ് പറഞ്ഞാൽ കുറെ റെയർ ആണ്. അത് കുറെ ഓപ്പർച്യൂണിറ്റീസിന്റെ ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നുണ്ട്. 3 ഓഫ് പെന്റിക്കിൾസ്. ഇത് ജോലിയിലായിരിക്കാം, റിലേഷൻഷിപ്പിലാവാം. എല്ലാം സ്റ്റേബിൾ ആൻഡ് ലോങ് ടേം ഓപ്പർച്യൂണിറ്റീസ് ആണ്. ലവിലും ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അപ്പോൾ നല്ല പോസിറ്റീവ് മാസമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് നോക്കാം എന്താണെന്ന്. ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ ഡിസിഷൻ സമയമായിരിക്കണു. ഈ മാസം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്, ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അത് എടുക്കാൻ പറ്റുന്നില്ല വെച്ചാലും കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങൾ ആ ഡിസിഷൻ എടുക്കും. ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ, അക്വേരിയസ് എനർജി. അപ്പോൾ ഇത് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം, നിങ്ങളുടെ എനർജി കുറച്ച് ഒരു പേഴ്സണലായി റീഡിങ് വേണം വെച്ചാൽ എന്നെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാവുമ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ആവും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.